നമസ്കാരം. നമ്മൾ ഇന്നും കാര അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ പണി. കുറച്ച് പണി ബാക്കിയുണ്ട്, കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കി. അപ്പോൾ തന്നെയാണ് ഇന്ന് അത് കുറച്ച് പണിയല്ലേ ഉള്ളൂ, ഒരു ഇത്രയും ഭാഗം തേക്കാനുള്ളൂ. അകത്ത് കുറച്ച് ചില്ലറ പണിയും കൂടി ഉണ്ട്, അത് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ അസിസ്റ്റൻറ്റിനെ വേറെ സ്ഥലത്തോട്ട് വിട്ടിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അവിടെ വേറെ അമ്പലത്തിൽ വേറെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ മുറ്റം കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. വണ്ടിയുടെ അപ്പുറത്ത് കാണാം, അവിടെ പണിക്കാരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. രാവിലെ തന്നെ നല്ല വെയിലാണ്, അങ്ങനെ കുഴപ്പമില്ല, തന്നെ ചെയ്യാമെന്ന് കരുതിയെന്ന്. ഇവിടെ കോൺക്രീറ്റ് കിടക്കണം, കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് അപ്പോൾ കണ്ടൊരു ഡൈ ഉണ്ടല്ലോ, അത് ഇവിടെ വച്ചിട്ടാണ് അത് കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ നല്ല കട്ട വിരിച്ച പോലെ പെയിൻ്റ് അടിച്ചാൽ സൂപ്പറാവും. ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു പോലെ ആദ്യം. ഓക്കെ, ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യണം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു ഗ്രൂവ് ഉണ്ടാവും അതിനകത്ത്, ആ വെള്ളം അതിനകത്തൂടെ ഒഴുകിപ്പോയിക്കോളും. നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ, ഈ ഭാഗത്തെ. അപ്പോൾ മതിലിൻ്റെ പണി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്ത് അമ്പലത്തിനകത്ത് കുറച്ച് പണിയുണ്ട്, ഭക്ഷണം കഴിഞ്ഞിട്ട് തുടങ്ങാൻ കരുതിയിട്ടാ. ഈ മുറ്റത്ത് നല്ല സൂപ്പർ വർക്ക് ചെയ്യേണ്ടവർ, കോൺക്രീറ്റ്. അത്ര വേണ്ടല്ലോ, പൊടിമരം വയ്ക്കാൻ വേണ്ടിയുള്ള സ്ഥലം മാർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, അവിടെ ഇവിടെ ഇത്രയും ഭാഗം ഒരു ഫിനിഷ് ചെയ്തിട്ടോ. സൂപ്പറായിട്ടുണ്ട്. ബസ്സാണല്ലോ പറഞ്ഞ ബസ്. ഈ ബസ്സിന് നമ്മൾ ഇന്നലെ കണ്ടില്ല, ഇന്നലത്തെ വീഡിയോയിലില്ലത്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടോ. ഈ അച്ചു വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. അടിയിൽ കുറച്ച് കോൺക്രീറ്റ് ഇടുക, പിന്നെ അച്ചു വയ്ക്കുക, അതിന് ശേഷം മുകളിലിട്ടിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്യും. നമ്മൾ ഈ അമ്പലത്തിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോഴേ, ഇതിങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇതിൽ കൂടി, ഈ ചാലിൽ കൂടി ഇങ്ങനെ പോകാനായിട്ടേ. അപ്പോൾ ഇവിടെ ചാലുണ്ടായിരുന്നില്ല നേരത്തെ, ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തു. ചാലിൽ ഒന്ന് കുറച്ച് മിക്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്രൗട്ട് വെച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഫിനിഷ് ചെയ്യാനുണ്ട്. അതുകൂടാണ്ട് നമുക്കിത് ഇവിടെ വേറെ കുറച്ച് വർക്കും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു എക്സോസ്റ്റ് ഫാന് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അടുത്ത് ഇതും കൂടി ചെയ്യണം. അപ്പോൾ അമ്പലം പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അല്ലറ ചില്ലറ പണി ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. പെയിൻറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ഭംഗിയായി. നമ്മളിവിടെ എക്സോസ് ഫാനിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ.
നമ്മളകത്തൊരു ചാല് ചെയ്തിരുന്നു, അതും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അകത്ത്. നോക്കാട്ടോ, അവിടെ നട തുറന്നു എനിക്ക് പോകണം, പോയി നോക്കാം അകത്തോട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. നമ്മുടെ ഇവിടെ ആ ചാല് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രൗട്ടൊക്കെ വെച്ച് സെറ്റാക്കി അതിന് വെള്ളം ഇങ്ങനെ ഒഴുകി വരും അതിനകത്തുനിന്ന്. അമ്പലം വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ റെക്കോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കിലോട്ടോ പോകണത്. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി.